ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് തമ്പനയിൽ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ക്ഷമയോടുകൂടി കണ്ട് മനസ്സിലാക്കിയാലേ നമുക്ക് ഈ കമ്മൽ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കമ്മൽ ചെയ്യാനായിട്ട് എലാസ്റ്റിക് ത്രെഡ്, 2 കളർ ക്രിസ്റ്റൽ ബീഡ്, പിന്നെ ഒരു ചെറിയൊരു ഗോൾഡൻ ബീഡ്, പിന്നെ ഇയർ ഹൂക്ക്, ഇത്ര ഐറ്റംസേ വേണ്ടൂ. ആദ്യം നമുക്കൊരു 6 ചെറിയ ഗോൾഡൻ ബീഡ് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് കെട്ടി കൊടുക്കണം സെൻറ്ററിൽ. നല്ല കട്ടി കുറഞ്ഞ എലാസ്റ്റിക് ത്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 0.5 ആണ്. എങ്കിലേ നമുക്കിത് കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതായത് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് നമുക്ക് സെൻറ്ററിലൊന്ന് കെട്ടിയിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഒരു സൈഡിൽ ബാലൻസ് ഉള്ള ത്രെഡ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. നമുക്കൊരു ലെയറിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ എലാസ്റ്റിക് ത്രെഡ്. ഇനി അവിടെ വേണമെങ്കിൽ ഒന്ന് ഉരുക്കി കൊടുക്കുക, അപ്പോൾ നന്നായിട്ട് അവിടെ അത് ഉറച്ചിരുന്നോളും, പിന്നെ വിട്ടുപോകുന്നു പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ക്രിസ്റ്റൽ ബീഡുകൾ കോർത്ത് കൊടുക്കുകയാണ്. ആദ്യം ഒരു പിങ്ക് കളർ ക്രിസ്റ്റൽ ബീഡ്, അതിനുശേഷം ചെറിയൊരു ഗോൾഡൻ ബീഡ്, പിന്നെ നമ്മൾ ആ ബ്ലൂ ആണ് കൊടുക്കുന്നത് ക്രിസ്റ്റൽ ബീഡ്. വീണ്ടും നമ്മൾ ചെറിയ ഗോൾഡൻ ബീഡ് കോർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ഫസ്റ്റ് കോർത്ത് ആ പിങ്ക് കളർ ക്രിസ്റ്റൽ ബീഡ് കോർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ 3 ക്രിസ്റ്റൽ ബീഡാണ് വരുന്നത്. 2 സെയിം കളർ കൊടുക്കുക, സെൻറ്ററിൽ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ കോർത്ത ഒരു ത്രെഡ് നിൽക്കുന്ന ആ ഒരു ഗോൾഡൻ ബീഡ് ഉണ്ടല്ലോ, അതിന് ഓപ്പോസിറ്റായിട്ട് കോർത്തെടുക്കുക കേട്ടോ, തിരിച്ച് അതുപോലെ അതിൻ്റെ അപ്പുറത്തുനിന്ന് കോർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ലൂസാവരുത്, നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓരോ ബീഡ് കോർക്കുമ്പോഴും ടൈറ്റ് ചെയ്ത് കൊടുക്കണം, കാരണം എലാസ്റ്റിക് ത്രെഡാണ്, ലൂസായി പോരാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ തൊട്ടടുത്തുള്ള 2 ഗോൾഡൻ ബീഡിലൂടെ നമ്മുടെ ത്രെഡ് കോർത്തതിന് ശേഷം വേണം ബീഡ്സ് കോർക്കാൻ. ഇതുപോലെ തൊട്ടടുത്തുള്ള 2 ഗോൾഡൻ ബീഡിൽ കൂടെ നമ്മൾ കോർത്ത് ത്രെഡിനെ നിർത്തുക. ഇനി നമ്മൾ ആദ്യം നമ്മൾ ഏത് പാറ്റേണിലാണോ കോർത്തത് അതേ രീതിയിൽ തന്നെ കോർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ തന്നെ കോർത്ത് കൊടുക്കുക, എങ്കിലേ നമ്മൾ ഈ ഒരു ഡിസൈൻ നമുക്ക് കിട്ടുള്ളൂ. ബീഡ്സിൻ്റെ കളർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം, പക്ഷേ ഈ പാറ്റേൺ ഇതേപോലെ തന്നെ ചെയ്യാം. നമ്മൾ ആദ്യം പിങ്ക് കളർ, അതിനുശേഷം ഗോൾഡൻ കളർ, പിന്നെ വീണ്ടും ബ്ലൂ, വീണ്ടും ഗോൾഡൻ ബീഡ്, ദെൻ ലാസ്റ്റ് നമ്മൾ ആദ്യം കോർത്ത ക്രിസ്റ്റൽ ബീഡ് ഏതാണോ കളർ എടുത്തതെന്ന് വെച്ചാൽ അത്. ഞാനിവിടെ പിങ്കാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ലാസ്റ്റും പിങ്ക് തന്നെയാണ് കോർക്കുന്നത്. ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മളത് ഫുള്ളായിട്ട് കോർത്തത്. ഇനി നമ്മൾ ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മളിപ്പോൾ കോർത്ത് നിർത്തിയ ആ ഒരു ഗോൾഡൻ ബീഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കോർത്ത് കൊടുക്കുക. ഇതുപോലെ നമ്മൾ കോർത്തെടുത്ത ആ ബീഡിൻ്റെ ഉള്ളിലൂടെ അപ്പുറത്തെ സൈഡിലേക്ക് തിരിച്ച് കോർത്ത് കൊടുക്കുക. ത്രെഡ് നിൽക്കുന്ന ആ ബീഡിൻ്റെ ഉള്ളിലൂടെ തന്നെ കോർക്കുക. അപ്പോൾ നമ്മൾ ആദ്യം കോർത്ത ബീഡിൻ്റെ ഉള്ളിലൂടെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തന്നെ കോർത്ത് കൊടുക്കുക. അതായത് ഇതുപോലെ. അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിതാ ഇതുപോലെ നന്നായിട്ടത് ടൈറ്റ് ചെയ്ത് നിർത്തും വേണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇലാസ്റ്റിക് ത്രെഡ് ആയതുകൊണ്ടാണ് നന്നായിട്ട് ടൈറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഇതുപോലെ ഒരു 3 എണ്ണമാണ് നമുക്ക് കോർത്തെടുക്കാൻ പറ്റുക. ഇനി നമ്മൾ വീണ്ടും അതിൻ്റെ തൊട്ടടുത്തുള്ള 2 ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്ത് കൊടുക്കുക. അതിന് ശേഷം വീണ്ടും ഇതേ രീതിയിൽ തന്നെ ഒന്ന് കോർത്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് 2 എണ്ണത്തിൻ്റെ ഉള്ളിലൂടെ ഒരുമിച്ച് കോർക്കാൻ പറ്റില്ലെങ്കിൽ ഓരോ ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ത്രെഡ് ചിലപ്പോൾ നമുക്ക് കോർത്തെടുക്കാൻ പറ്റിയെന്ന് വരില്ല, അപ്പോൾ ഒരെണ്ണം കോർത്തിട്ട് വീണ്ടും ഒരെണ്ണം കൂടി, അങ്ങനെ 2 എണ്ണത്തിൻ്റെ ഉള്ളിലൂടെ തന്നെ കോർക്കണം. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ പെട്ടെന്ന് വലിച്ചപ്പോൾ അത് ഒരു ബീഡിൻ്റെ ഉള്ളിലൂടെ കയറിപ്പോയി, അപ്പോൾ അത് ലെവൽ ചെയ്തിട്ട്, അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. പെട്ടെന്ന് ഒരു ബീഡിൻ്റെ ഉള്ളിലൂടെ കയറിയൊക്കെ പോയാൽ നമ്മൾ ടൈറ്റ് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ആകെ ചുറ്റിപ്പണയും, അപ്പോൾ നമ്മൾ വീണ്ടും അഴിച്ചെടുക്കാൻ നിൽക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. നമ്മളിനി ലാസ്റ്റത്തെ ആ ഒരു പാറ്റേണും കൂടി കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് 3 എണ്ണേ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ 6 ബീഡാണല്ലോ സെൻറ്ററിൽ എടുത്തിരിക്കുന്നത്, അപ്പോൾ അതനുസരിച്ച് ചെയ്യുമ്പോൾ 3 സെക്ഷനായിട്ടേ നമുക്കിത് കോർത്തെടുക്കാൻ പറ്റുള്ളൂ. സെയിം അതേ രീതിയിൽ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കോർത്ത് കൊടുക്കുക. നമ്മൾ കോർത്ത് ആ ഒരു ബീഡിൻ്റെ ഉള്ളിലൂടെ അതുപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കോർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും കോർക്കാനുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പരമാവധി മനസ്സിലാവുന്ന രീതിയിൽ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ കിട്ടും, നമുക്ക് 3 സെക്ഷനായിട്ട് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ കോർത്ത് നിർത്തിയിട്ടുണ്ടല്ലോ, അതിൻ്റെ തൊട്ടടുത്തുള്ള ആ പിങ്ക് ബീഡില്ലേ, ആ ബീഡിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ മുകളിലേക്ക് കോർത്ത് കൊടുക്കുക. നമ്മൾ എവിടെയാണോ കോർത്ത് നിർത്തിയത് അതിൻ്റെ തൊട്ടടുത്തുള്ള ആ പിങ്ക് ബീഡിൻ്റെ ഉള്ളിലൂടെ കേട്ടോ. ഞാൻ പിങ്കാണ് ഇവിടെ കോർത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ ഏത് ബീഡാണോ കോർത്തിരിക്കുന്നത് അതിൻ്റെ അടുത്ത് കൂടെ തന്നെ കോർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിതാ ഒരു ചെറിയ ഗോൾഡൻ ബീഡ്, അതിനുശേഷം ആ ഒരു ബ്ലൂ ബീഡ് കോർത്ത് കൊടുക്കുക, ക്രിസ്റ്റൽ ബീഡ്. പിങ്ക് തന്നെ കോർക്കരുത്, ഭംഗി ഉണ്ടാവില്ല. വീണ്ടും ഒരു ഗോൾഡൻ ബീഡ് ഈ രീതിയിലൊന്ന് കോർക്കുക. അതിനുശേഷം നമ്മൾ തിരിച്ച് കോർക്കേണ്ടത് അതിൻ്റെ അപ്പുറത്തെ വശത്തുള്ളത് അതുപോലെ കേട്ടോ.
ഇതിൻ്റെ തൊട്ട് അപ്പുറത്തെ സൈഡിലുള്ള പിങ്ക് ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്ത് കൊടുക്കുക. പിങ്കിലൂടെ മാത്രമേ കോർക്കാവൂ, ചെറിയ ഗോൾഡൻ ബീഡിലൂടെ ഒന്നും കോർക്കരുത്. ഇതാ ഇതിൻ്റെ കണ്ടോ നമ്മളിപ്പോൾ കോർത്ത് നിർത്തിയതിൻ്റെ തൊട്ട് അപ്പുറത്തെ സൈഡിലുള്ളത് കേട്ടോ. ഇതാ ഈ ഒരു പിങ്ക് ബീഡിൻ്റെ ഉള്ളിലൂടെ താഴേക്ക് കോർക്കാം. നമ്മൾ ആദ്യം കോർത്തത് പിങ്ക് ബീഡിൻ്റെ മുകളിലേക്ക്, അതിനുശേഷം ബീഡ്സ് കോർത്തിട്ട് പിങ്ക് ബീഡിൻ്റെ അടിയിലേക്ക് കോർക്കാം. ദെൻ വീണ്ടും അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള പിങ്ക് ബീഡിൻ്റെ ഉള്ളിലൂടെ മുകളിലേക്ക് കോർക്കാം. ഒരു 2-3 വട്ടം നിങ്ങൾക്കിത് കോർക്കണത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല, എളുപ്പമാണ്. പക്ഷെ നമുക്കത് ആ ഒരു ടെക്നിക്കൊന്ന് മനസ്സിലാവണം. ഇതാ കണ്ടോ, അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള പിങ്ക് ബീഡിൻ്റെ ഉള്ളിലൂടെ മുകളിലേക്ക് കോർക്കാം. എളുപ്പമാണ്. ഇങ്ങനത്തെ മോഡൽസൊക്കെ ഞാൻ ആദ്യം കാണുമ്പോൾ ഞാനും വിചാരിക്കും ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. അത് കാരണം പണ്ടൊന്നും ഞാൻ ഇങ്ങനത്തെ ചെയ്യാറില്ല. പിന്നെ നമുക്കത് അതിൻ്റെ ടെക്നിക്ക് മനസ്സിലായാൽ നമുക്കത് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. ഇതാ കണ്ടോ, ഇനി തൊട്ടപ്പുറത്തുള്ള പിങ്കിൻ്റെ ഉള്ളിലൂടെ താഴേക്ക് കോർത്ത് കൊടുക്കുക. എളുപ്പമാണ്, പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനും പറ്റും. ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. ഇനി നമ്മൾ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള പിങ്ക് ബീഡിൻ്റെ ഉള്ളിലൂടെ മുകളിലേക്ക്. അപ്പോൾ ബിഗിനേഴ്സൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടിയും എളുപ്പത്തിൽ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഓരോന്നും എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതാ നമ്മൾ ലാസ്റ്റത്തെ ബീഡ് അതാണ് കോർക്കുന്നത്. അതാ സെയിം അതേ രീതിയിൽ തന്നെ ലാസ്റ്റ് നമ്മുടെ ക്രിസ്റ്റൽ ബീഡിൻ്റെ ഉള്ളിലൂടെ പിങ്ക് കളറിൻ്റെ ഉള്ളിലൂടെ തന്നെ കോർത്ത് കൊടുക്കുക. അതായത് ഇപ്പോൾ കണ്ടോ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് ഹാങ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കോർത്ത് നിർത്തിയിരിക്കുന്ന ആ ഒരു ബീഡിൻ്റെ തൊട്ടടുത്തുള്ള ആ പിങ്ക് ബീഡിൻ്റെ ഉള്ളിലൂടെ തന്നെ മുകളിലേക്ക് കോർത്ത് കൊടുക്കുക. ഞാൻ പിങ്ക് എന്ന് പറയുന്നത് ഞാനിവിടെ പിങ്ക് കോർത്തത് കൊണ്ടാണ് കേട്ടോ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബീഡിൻ്റെ ഉള്ളിലൂടെ മുകളിലേക്ക് കോർത്ത് കൊടുക്കുക. അപ്പോൾ അതാ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ഹാങ് ചെയ്ത് നമ്മുടെ ഇയർ ഹൂക്ക് ഹാങ് ചെയ്തിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ബീഡ്സ് കോർത്തിട്ടാണ് കേട്ടോ ഇയർ ഹൂക്ക് ഇടുന്നത്. അപ്പോൾ ആദ്യം നമ്മളൊരു വലിയ ഗോൾഡൻ ബീഡ് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ക്രിസ്റ്റൽ ബീഡ് ബ്ലൂ ആണ് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഏത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. വീണ്ടും നമ്മുടെ ആ വലിയ ഗോൾഡൻ ബീഡ്, അതിന് ശേഷം നമ്മുടെ പിങ്ക് ക്രിസ്റ്റൽ ബീഡ്, ദെൻ വീണ്ടും ഒരു ഗോൾഡൻ ബീഡ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇയർ ഹൂക്ക് അതിൻ്റെ ഉള്ളിലൂടെ കോർത്ത് കൊടുക്കുക. ഇയർ ഹൂക്കിൻ്റെ ഉള്ളിലൂടെ നമ്മൾ കോർത്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ഇയർ ഹൂക്കിനെ മാറ്റി നിർത്തി നമ്മുടെ ഈ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ഒക്കെ തിരിച്ച് നമ്മൾ കോർക്കാം. അപ്പോൾ നമ്മുടെ ഇയർ ഹൂക്ക് അവിടെ ലോക്കായി നിന്നോളും. തിരിച്ച് നമ്മൾ എല്ലാ ബീഡിൻ്റെ ഉള്ളിലൂടെയും കോർത്ത് കൊടുക്കുക. നമ്മൾ മുകളിലേക്ക് കോർത്തിട്ടുള്ള എല്ലാ ബീഡിൻ്റെ ഉള്ളിലൂടെയും ഇതുപോലെ തിരിച്ച് കോർത്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെയുള്ള വേറെയും കുറേ കമ്മലുകൾ ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കമ്മലുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്ത് തരാം. നമ്മളിതാ തിരിച്ച് കോർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ കെട്ടിടാനായിട്ട് നമ്മളിതാ തൊട്ടടുത്ത് ഗ്യാപ്പ് ഉണ്ടാവും നമുക്ക് ബീഡ്സിൻ്റെ ഇടയിൽ. അപ്പോൾ അതിലൂടെ ഒന്ന് പുറത്തേക്ക് കോർത്ത് കൊടുക്കുക. ത്രെഡിനെ ഫുള്ളായിട്ട് വലിക്കരുത്, ചെറിയൊരു കുടുക്ക് പോലെ വേണം. നമുക്ക് തിരിച്ച് അതിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ തിരിച്ച് കോർത്ത് കെട്ടിടാനുള്ളതാണ്. അപ്പോൾ അതുപോലെ കുടുക്ക് നമുക്കറിയാമല്ലോ, കെട്ടിട്ട് കൊടുക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇതുപോലെ അപ്പോൾ നമ്മൾ താഴേക്ക് കോർത്ത് നിർത്തി അതിൻ്റെ അടുത്ത ബീഡിൻ്റെ ഉള്ളിലൂടെ തന്നെ കെട്ടിടണം. ഇല്ലെങ്കിൽ അത് എന്താ പറയുക, ബീഡ്സ് തെറ്റിപ്പോവും. അപ്പോൾ വീണ്ടും ഒരു കെട്ടും കൂടി ഇട്ട് കൊടുക്കുക. സെയിം അതേപോലെ തന്നെ ഒന്ന് ഇതാക്കിയിട്ട് ഒരു കുടുക്ക് പോലെ നിർത്തി നമ്മൾ ആ കുടുക്കിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ തന്നെ കൊടുക്കുക. നമ്മൾ ആദ്യം എവിടെയാണോ കെട്ടിട്ടത് അതേ ബീഡിൻ്റെ അടുത്ത് തന്നെ കെട്ടിട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ പെർഫെക്ഷൻ ഉണ്ടാവില്ല കമ്മൽ ചെയ്യുമ്പോൾ. ബാലൻസ് ത്രെഡ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇവിടെയും നിങ്ങൾക്ക് ഉരുക്കി കൊടുക്കാം. ഞാനിവിടെ അത് കാണിക്കണില്ല എന്നേ ഉള്ളൂ. കമ്മൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി കമ്മലായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെയുള്ള പുതിയ മോഡലായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.